ഹൃദയത്തിന് അസുഖം വന്ന ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അതുപോലെ ഞാൻ അവരിൽ കണ്ടെത്തിയ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. അറ്റാക്ക് വരുന്നതിന് മുമ്പ് അറ്റാക്ക് വന്നതിന് ശേഷമുള്ള ജീവിതത്തിൽ വരുത്തിയ ഒരു പ്രധാന മാറ്റം. ഇതിന് വേണമെങ്കിൽ നമുക്ക് കാർഡിയാക് എവേക്കനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയം നമ്മുടെ കണ്ണ് തുറപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു അവസ്ഥ. ഇതിന് 4-5 ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എല്ലാവരും പറയാം, എനിക്ക് അസ്വസ്ഥ വന്നപ്പോൾ ഞാനത് ഗ്യാസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്, അതൊരു ക്ഷീണമെന്ന് വിചാരിച്ചു, ഒരിക്കലും ഞാനതൊരു അറ്റാക്കാണെന്ന് കരുതിയതേയില്ല. എന്നാൽ ഒരു അറ്റാക്കോടെ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറുകയാണ് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ചേഞ്ച്. ഇതിനെ നമുക്കൊരു ബയോളജിക്കൽ റീസെറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നെഞ്ചിൽ വരുന്ന അസ്വസ്ഥതകളും ലക്ഷണങ്ങളൊക്കെ വേറൊരു കാഴ്ചപ്പാടിലൂടെ കാണാം. അതാണ് ഈ ബയോളജിക്കൽ റീസെറ്റിംഗ്. രണ്ടാമത്തത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സൂക്ഷ്മദർശിനി നമ്മളവിടെ ഡെവലപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ആലോചിക്കും, മുമ്പ് ഞാൻ ആ കഴിച്ച ഭക്ഷണങ്ങൾ, എൻ്റെ ചിട്ടകൾ, എൻ്റെ വ്യായാമക്കുറവ്, എൻ്റെ ഉറക്കക്കുറവ്, ഇതൊക്കെയാണല്ലോ എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് എന്നുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം. ഇത് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തത് നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു മാറ്റമാണ്. അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതൊരു ഇമോഷണൽ പ്രോസസ്സിംഗ് സെന്ററാണ്. ഈ സെന്ററിൽ വലിയൊരു മാറ്റം വരും. നമ്മൾ ഹൈപ്പർ വിജിലന്റ് ആവും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മൾ കൂടുതൽ ഗൗരവത്തിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ചെറിയ വേദന വരുമ്പോൾ, ചെറിയ അസ്വസ്ഥത വരുമ്പോൾ, ഒന്ന് വിയർത്താൽ, ഒന്ന് ടെൻഷൻ വരുമ്പോൾ നമ്മൾ പാനിക്കിലേക്ക് പോകും. നമുക്ക് പെട്ടെന്ന് ECG എടുക്കണം തോന്നും, ഒന്ന് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണണം എന്ന് തോന്നും. നാലാമത്തേത് വളരെ സാധാരണയാണ്, നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ്. 78% ഹൃദ്രോഗികളും അറ്റാക്കിന് ശേഷം അവരുടെ പേഴ്സണാലിറ്റിയിൽ നല്ലൊരു മാറ്റം കാണാറുണ്ട്. മുമ്പുണ്ടായിരുന്ന ആ വ്യക്തിയെ അല്ല പിന്നീട് ഉണ്ടാവുക. പലപ്പോഴും അവരുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരും, അവരുടെ ചിട്ടകളിൽ മാറ്റങ്ങൾ വരും, അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. അഞ്ചാമത്തത് ബന്ധങ്ങളിൽ വരുന്ന ഒരു റീകാലിബ്രേഷനാണ്. നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടൊക്കെ ഉള്ള റിലേഷൻസ് കൂടുതൽ ഊഷ്മളമാവാണ്. നമുക്ക് എല്ലാവരും വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഈ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹം വരുന്നുണ്ട്, കടപ്പാട് വരുന്നുണ്ട്, കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. ഇതെല്ലാം ഭൂരിപക്ഷം ആളുകൾക്കും കണ്ടുവരാറുണ്ട്. എന്തൊരു അത്ഭുതമാണല്ലേ! നമ്മളെ ഹൃദയത്തിനെ ഏറ്റവും കൂടുതൽ റിസ്കിലേക്ക് കൊണ്ടുപോയ ഒരു അസുഖം, ഹാർട്ട് അറ്റാക്ക്. ആ അറ്റാക്കാണ് നമ്മുടെ ഹൃദയത്തെ പിന്നീട് ഹൃദ്യമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ വിശ്വസിക്കില്ല, പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, അറ്റാക്കിന് ശേഷമാണ് അവർക്ക് ജീവിതത്തിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് മാറുകയാണ്, കൂടുതൽ മെച്ചമാവാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിന് അസുഖം ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ തന്നെ നല്ല രീതിയിൽ മാറ്റിമറിക്കാനുള്ള ഒരു നിമിത്തമായി മാറിയേക്കാം. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാഴ്ചപ്പാടുള്ള ആളുകൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.